നമസ്കാരം. ചൂട് പിടിച്ച പേർഷ്യൻ ഗൾഫിലെ നീലക്കടലിൽ ഒരു ഹോളിവുഡ് ആക്ഷൻ സിനിമയെ വെല്ലുന്ന രംഗങ്ങളാണ് ഇപ്പോൾ അരങ്ങേറുന്നത്. കണ്ണിൽ കാണാത്ത ചാരക്കണ്ണുകളും ആകാശത്ത് കറങ്ങുന്ന അതിവേഗ ഡ്രോണുകളും കടലിനടിയിലെ ഭീമൻ മുങ്ങിക്കപ്പലുകളെപ്പോലും മണത്തറിയുന്ന അത്യാധുനിക പോർ വിമാനങ്ങളും ഗൾഫ് ഓഫ് ഒമാൻ ഇപ്പോൾ ഒരു യുദ്ധക്കളം പോലെ നിരീക്ഷണ വലയത്തിലാണ്. ഇറാന്റെ ഷാഹേദ് ഡ്രോണുകളും അമേരിക്കയുടെ എബ്രാഹം ലിങ്കൻ വിമാനവാഹിനി കപ്പലും തമ്മിലുള്ള ഒരു നിശബ്ദ പോരാട്ടത്തിന്റെ കഥയാണിത്. അമേരിക്കൻ സാമ്രാജ്യത്വത്തിന്റെ ശക്തി വിളിച്ചോതുന്ന പേരും പെരുമയുമുള്ള USS എബ്രാഹം ലിങ്കൻ എന്ന വിമാനവാഹിനി കപ്പൽ ഒരു വമ്പൻ മീനിനെ പോലെ ഇറാൻ തീരത്ത് നിലയുറപ്പിച്ചിരിക്കുന്നു. ഒരു രാജ്യത്തെ മുഴുവൻ വിറപ്പിക്കാൻ പോന്ന സൈനിക ശേഷിയുമായി ആ കൂറ്റൻ കപ്പൽ അവിടെയുള്ളത് ഇറാനുമേൽ വലിയ സമ്മർദ്ദമാണ് ചെലുത്തുന്നത്. എന്നാൽ അമേരിക്കയുടെ ഈ വമ്പൻ പ്രകടനത്തിൽ ഒരു തരിമ്പും കൂസലില്ലാതെ ഇറാൻ അവരുടെ സൈനിക നീക്കങ്ങൾ തുടരുകയാണ്. എങ്ങനെയെന്നല്ലേ? ആകാശത്ത് പറക്കുന്ന തങ്ങളുടെ ചാരക്കണ്ണുകളിലൂടെ. ഷഹേദ് 129, ഹോഡ്രോസ് തുടങ്ങിയ ദീർഘദൂര ഡ്രോണുകളെയാണ് ഇറാൻ ഈ ചാരപ്പണിക്ക് ഉപയോഗിക്കുന്നത്. ഒരു ഹോളിവുഡ് സിനിമയിലെ രംഗങ്ങളെ ഓർമ്മിപ്പിക്കും വിധം ഈ കൊച്ചുമിടുക്കൻ ഡ്രോണുകൾ അമേരിക്കൻ കപ്പലുകളെയും അവയുടെ നീക്കങ്ങളെയും കൃത്യമായി നിരീക്ഷിച്ച് വിവരങ്ങൾ കൈമാറുന്നുണ്ടെന്ന് അവർ തന്നെ പറയുന്നുണ്ട്. കഴിഞ്ഞ ആഴ്ച ഒരു ചാരക്കളി ഒരു പടി കൂടി കടന്നു. എബ്രാഹം ലിങ്കൻ കപ്പലിനു നേരെ നീങ്ങിയ ഒരു ഇറാൻ ഷാഹേദ് ഡ്രോണിനെ അമേരിക്കയുടെ അത്യാധുനിക F-35 യുദ്ധവിമാനം വെടിവച്ചിട്ടു. ആകാശത്ത് ഒരു മിന്നൽ പിണർ പോലെ F-35 കുതിച്ചെത്തി ഡ്രോണിനെ വീഴ്ത്തി. സാധാരണഗതിയിൽ ഒരു സംഭവത്തോടെ ഇറാൻ ഒന്ന് പരുങ്ങുമെന്നാണ് എല്ലാവരും കരുതിയത്. പക്ഷേ അവർക്ക് ഡ്രോൺ നിരീക്ഷണത്തിൽ ഒരയവും വന്നിട്ടില്ല. അതൊരു ഗെയിം മാത്രമാണെന്ന് അവർ ലോകത്തോട് വിളിച്ചു പറയുന്നു. അമേരിക്കയുടെ കോടികൾ വിലമതിക്കുന്ന അത്യാധുനിക യുദ്ധവിമാനങ്ങളെയും പ്രതിരോധ സംവിധാനങ്ങളെയും വെറും ചെറിയ പോക്കറ്റിൽ ഒതുങ്ങുന്ന ഷാഹേദ് ഡ്രോണുകൾ ഉപയോഗിച്ച് വെല്ലുവിളിക്കുന്നത് ഒരു ഡേവിഡ് ഗോളിയാത്ത് പോരാട്ടം പോലെയാണ്. 20 മണിക്കൂറിലധികം തുടർച്ചയായി പറക്കാൻ ശേഷിയുള്ള ഈ ഡ്രോണുകൾ ഗൾഫ് ഓഫ് ഒമാനിലെ ഓരോ കപ്പൽ പാതകളും അതിർത്തികളും സൂക്ഷ്മമായി നിരീക്ഷിച്ച് അമേരിക്കയ്ക്ക് വലിയൊരു തലവേദനയായി മാറിയിരിക്കുന്നു. എന്നാൽ അമേരിക്ക വെറുതെ ഇരിക്കുകയല്ല. ഇറാന്റെ ചാര ഡ്രോണുകളെ നേരിടാൻ അവരും ഒരു അത്ഭുത ആയുധം ഇറക്കിയിട്ടുണ്ട്. വെള്ളത്തിനടിയിൽ ഒളിച്ചിരിക്കുന്ന മുങ്ങിക്കപ്പലുകളെ പോലും മണത്തറിഞ്ഞ് തകർക്കാൻ കഴിവുള്ള P-8 പോസൈഡോൺ. ഇതൊരു സൂപ്പർ ഡിറ്റക്റ്റീവിനെ പോലെ ആകാശത്ത് കറങ്ങി ഇറാന്റെ ഓരോ നീക്കങ്ങളെയും നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു. ചുരുക്കത്തിൽ ഹോർമോസ് കടലിടുക്കും ഗൾഫ് ഓഫ് ഒമാനും ഇപ്പോൾ കരയിലും കടലിലും ആകാശത്തും സമ്പൂർണ്ണ നിരീക്ഷണത്തിലാണ് എന്ന് വേണം പറയാൻ. ഇങ്ങനെയൊരു സാഹചര്യത്തിൽ അമേരിക്കയും ഇറാനും തമ്മിൽ നടക്കുന്നു എന്ന് പറയുന്ന ചർച്ചകൾക്ക് എന്ത് പ്രസക്തിയാണുള്ളത്? ആകാശത്ത് ഡ്രോണുകൾ പറക്കുമ്പോൾ കടലിൽ കൂറ്റൻ കപ്പലുകൾ നിലയുറപ്പിക്കുമ്പോൾ ഈ നിശബ്ദ യുദ്ധം എവിടെ ചെന്ന് അവസാനിക്കും? ഒരു സംശയവുമില്ല, ഇത് വരും ദിവസങ്ങളിൽ കൂടുതൽ ചൂട് പിടിച്ചേക്കാം. അതേസമയം ഇറാനുമായി ചർച്ചകൾ നടക്കുന്നതിനിടെ ഇറാൻ ബന്ധം ആരോപിച്ച കമ്പനികൾക്കും വ്യക്തികൾക്കും മേൽ ഉപരോധം ചുമത്തി അമേരിക്ക. 2 വ്യക്തികൾ, 15 കമ്പനികൾ, 14 കപ്പലുകൾ എന്നിവയ്ക്കാണ് ഉപരോധം. ഇറാന് വേണ്ടി ഇന്ധനക്കടത്ത് നടത്തിയെന്നാരോപിച്ചാണ് നടപടി. ഇതിനിടെ പടക്കപ്പൽ വ്യൂഹത്തിലെ എബ്രാഹം ലിങ്കൺ ഉൾപ്പെടെ കപ്പലുകളും പോർ വിമാനങ്ങളും ഒന്നിച്ചു നീങ്ങുന്ന ദൃശ്യങ്ങളും US സെൻട്രൽ കമാൻഡ് പുറത്തുവിട്ടിട്ടുണ്ട്.